വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ആധുനിക ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്ന ടോപ്പിക് അപ്പൊ പഠിക്കണേ അല്ലെ. അപ്പൊ അതിൽ പ്രശസ്തരായിട്ടുള്ള രണ്ട് വനിതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് മേഡം ബിക്കാജി കാമ, അടുത്തത് സരോജിനി നായിഡു. അപ്പൊ മേഡം ബിക്കാജി കാമ, നമ്മൾ സ്ഥിരമായിട്ട് മേഡം ബിക്കാജി കാമയെ കുറിച്ച് എന്ത് കാര്യം കേട്ടകണേ, അവര് നമ്മള് എന്താണ് ഇന്ത്യൻ പതാക ഉയർത്തിയ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ മാഡം ബിക്കാജി ഗാമയെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് മാഡം ബിക്കാജി ഗാമയുടെ വിശേഷണം എന്ന് കേട്ടിട്ടുണ്ടോ? അവരെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, മാഡം ബിക്കാജി ഗാമയെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ്. അപ്പൊ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മാഡം ബിക്കാജി ഗാമയാണ്. അപ്പൊ മാഡം ബിക്കാജി ഗാമ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നു. അവർ ജനിച്ചത് ബോംബെയിലാണ്. ബോംബെ ആണ് അവരുടെ ജന്മസ്ഥലം. ഇവരെ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കുന്നുണ്ട്, ഇന്ത്യയുടെ മകൾ. എന്താണ്? ഇന്ത്യയുടെ മകൾ. അപ്പോ ഇന്ത്യയുടെ മകൾ എന്നും ഇന്ത്യൻ വിപ്ലവങ്ങളുടെ നേതാവ് എന്നും അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മാഡം ബിക്കാജി ഗാമയാണ്. ഇനി വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി ഇവരാണ്. അതായത് വിദേശത്ത്, ഇന്ത്യക്ക് പുറത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ, വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി, പതാക ഉയർത്തിയ ആദ്യ വ്യക്തി എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ മേഡം ബിക്കാജി ഗാമയാണ്. ഇനി ഇവരുടെ പ്രത്യേകത, ഇവർ എവിടെയാണ്? അതായത് ജർമ്മനിയിലാണ്. ജർമ്മനിയില് സ്റ്റഡ്ഗർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. എവിടെയാണ്? സ്റ്റഡ്ഗർട്ട്. ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടില് നടന്ന സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ പങ്കെടുക്കുകയും അവിടെ 1907 ഇന്ത്യൻ പതാക അവര് ഉയർത്തുകയും ചെയ്തു. ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസിലാണ് അവര് ഇന്ത്യൻ പതാക ഉയർത്തിയത് എന്ന് മനസ്സിലാക്കാം. ഇനി ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു മാസികയുടെ പേര് വന്ദേ മാതരം എന്നാണ്. ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ഒരു മാസികയാണ് വന്ദേ മാതരം. ഈ മാസികയുടെ പ്രത്യേകത, ഇത് ഇവർ പുറത്തിറക്കിയത് പാരീസിൽ നിന്നാണ്. അപ്പൊ പാരീസിൽ നിന്ന് മാഡം ബിക്കാജി ഗാമ പുറത്തിറക്കിയ മാസികയുടെ പേരാണ് വന്ദേ മാതരം. ഇനി അടുത്തത്, നമ്മൾ ഒരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അഭിനവ ഭാരത് എന്ന് പറയുന്നത്. അഭിനവ ഭാരത് എന്ന് പറയുന്ന ഈ സംഘടന ആരുടെയാണ്? വി ഡി സവർക്കറുടെയാണ്. അപ്പൊ വി ഡി സവർക്കർ സ്ഥാപിച്ച അഭിനവ ഭാരത് എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? നമ്മുടെ മേഡം ബിക്കാജി ഗാമ. അപ്പൊ ഇത്രയാണ് മേഡം ബിക്കാജി ഗാമയെ കുറിച്ച് പഠിക്കാനുള്ളത്. ബോംബെയിൽ ജനിച്ചവര് ഇന്ത്യയുടെ മകൾ എന്നും ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ വ്യക്തി എന്നറിയപ്പെടുന്ന മേഡം ബിക്കാജി ഗാമയാണ്. ജർമ്മനിയിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഗ്രസിൽ 1907 ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയത് ഇവരാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് ഒരു ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി എന്നിവരെ അറിയപ്പെടുന്നു. ഇവരൊരു മാസിക പുറത്തിറക്കേണ്ടായി, അതിന്റെ പേര് വന്ദേ മാതരം എന്നാണ്. വന്ദേ മാതരം എന്ന് പറയുന്ന മാസിക മേഡം ബിക്കാജി ഗാമ പുറത്തിറക്കിയത് പാരീസിൽ നിന്നാണ്. വി ഡി സവർക്കറിന്റെ അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയുടെ സജീവ പ്രവർത്തകയായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് മാഡം ബിക്കാജി ഗാമ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സരോജിനി നായിഡു എന്ന് പറയുന്ന ലേഡിയെ കുറിച്ചാണ്. അപ്പൊ സരോജിനി നായിഡു എന്ന് പറയുന്ന സ്വാതന്ത്ര്യ പ്രവർത്തകയുടെ പ്രത്യേകത, ഇവരെ നമ്മൾ വിളിക്കുന്നു ഇന്ത്യയുടെ വാനമ്പാടി അല്ലെ, അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. അങ്ങനെ സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് ആരാ വിളിച്ചത്? ഗാന്ധിജിയാണ് അവരെ വിളിച്ചത്. മഹാത്മാഗാന്ധിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത്. ഇനി അതുപോലെ തന്നെ ഭാരത കോകിലം എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡു ആണ്. എന്താ അടുത്ത പേര്? ഭാരത കോകിലം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ INC പ്രസിഡന്റായ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു അല്ലെ. ഇനി അടുത്തത്, ഇന്ത്യയില് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ
ആദ്യ വനിത. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിത. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി വഹിച്ച ആദ്യ വനിതയാണ് സരോജിനി നായിഡു. ഏതാണ് സംസ്ഥാനം? ഉത്തർപ്രദേശാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ പദവിയിൽ ഇരിക്കെ അന്തരിച്ച ആദ്യ ഗവർണർ. അന്തരിച്ച ആദ്യ ഗവർണറും ആര് തന്നെയാണ്? സരോജിനി നായിഡു തന്നെയാണ്. അപ്പൊ സരോജിനി നായിഡുവിന്റെ വിശേഷണങ്ങൾ ഒന്നും കൂടെ പറഞ്ഞേ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു, ഭാരത കോകിലം എന്നറിയപ്പെടുന്നു. INCയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് സംസ്ഥാന ഗവർണർ പദവിയിലെത്തുന്ന വനിതയാണ് സരോജിനി നായിഡു. ഉത്തർപ്രദേശിലാണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണറാണ് സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി സരോജിനി നായിഡു ജന്മഗൃഹം അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്, ഗോൾഡൻ ത്രഷോൾഡ്. അപ്പൊ ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറയുന്നതാണ് ട്ടോ ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറയുന്നതാണ് സരോജിനി നായിഡുവിന്റെ ജന്മഗൃഹം. സരോജിനി നായിഡുവിന്റെ ജന്മഗൃഹം എന്താണ്? ഗോൾഡൻ ത്രഷോൾഡ് ആണ്. ഇനി നമുക്കറിയാം 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച്. അപ്പൊ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ആര് തിരികെ നൽകി? നമ്മുടെ സരോജിനി നായിഡു തിരികെ നൽകി. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ കൈസർ ഇ ഹിന്ദ് എന്ന പദവി തിരിച്ചു നൽകിയതും ഇവരാണ്. ഇനി സരോജിനി നായിഡു ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതയാണ്. 1925 കാൺപൂർ സമ്മേളനത്തിലാണ് ഇവരെ പ്രസിഡന്റ് ആയത് എന്ന് ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി പങ്കെടുത്തത് ഇവരാണ്. 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി പങ്കെടുത്തു. ഇനി സരോജിനി നായിഡു രചിച്ച ഒരു നാടകത്തിന്റെ പേരാണ് മഹർ മുനീർ എന്ന് പറയുന്നത്. സരോജിനി നായിഡുവിന്റെ പ്രശസ്തമായിട്ടുള്ള നാടകമാണ് മഹർ മുനീർ. ഇതിന്റെ പ്രത്യേകത, ഇത് പേർഷ്യൻ ഭാഷയിലുള്ള നാടകമാണ്. അപ്പൊ സരോജിനി നായിഡു രചിച്ച പേർഷ്യൻ ഭാഷയിലുള്ള നാടകമാണ് ഏത്? മഹർ മുനീർ. ഇനി സരോജിനി നായിഡു ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ പ്രശസ്തമായിട്ടുള്ള 3 കവിതകളാണ്. ഒന്ന് ദ ഗോൾഡൻ ത്രഷോൾഡ്, അവരുടെ ഒരു എന്താ പറയുന്നത് കവിതയാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു കവിതയാണ് ദ ഗോൾഡൻ ത്രഷോൾഡ്. ഇനി അടുത്ത ദ ബേർഡ് ഓഫ് ടൈം. എന്താണ്? ദ ബേർഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് അവരുടെ അടുത്ത ഒരു കവിതയാണ്. അടുത്തത് ദി ബ്രോക്കൺ വിങ്സ്. എന്താണ്? ദി ബ്രോക്കൺ വിങ്സ് എന്ന് പറയുന്നതും ദ ബ്രോക്കൺ വിങ്സ് എന്ന് പറയുന്നതും അവരുടെ കവിതയാണ്. ദ ബ്രോക്കൺ വിങ്സ് എന്ന് പറയുന്നതും അവരുടെ കവിതയാണ്. അതിനുശേഷം ഇവരുടെ മരണശേഷം ഇവരുടെ മകളാണ് പത്മജ നായിഡു എന്ന് പറയുന്നത്. അവര് സരോജിനി നായിഡുവിന്റെ ഒരു കൃതി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ പേര് ദി ഫെദർ ഓഫ് ഡാൺ എന്ന് പറയുന്നതാണ്. ഇത്രയാണ് സരോജിനി നായിഡുവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബാക്കി കുറെ കാര്യങ്ങൾ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതൊന്നും ഞാൻ പറയണില്ല. അപ്പോ എന്താണ്? അവരുടെ വീട്ടുപേര് ഗോൾഡൻ ത്രഷോൾഡ് ആണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി അവർ തിരിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളുടെ പ്രതിനിധിയായ 1931 രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തു. പേർഷ്യൻ ഭാഷയിൽ മഹർ മുനീർ എന്ന് പറയുന്ന നാടകം എഴുതി. ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ് എന്ന് പറയുന്ന സരോജിനി നായിഡുവിന്റെ കവിതകളാണ്. അത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. സരോജിനി നായിഡുവിന്റെ ഭരണശേഷം ദി ഫെദർ ഓഫ് ഡോൺ എന്ന് പറയുന്ന അവരുടെ ഒരു കൃതി അവരുടെ മകളായ പത്മജ നായിഡു പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സരോജിനി നായിഡുവിനെ ഇന്ത്യൻ വാനമ്പാടി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അവരെ ഭാരത ഗോകുലം എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ്. 1925 കാൺപൂർ സമ്മേളനത്തിൽ പ്രസിഡന്റായി സംസ്ഥാന ഗവർണർ പദവിയിലെത്തിയ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവി അലങ്കരിച്ച ആദ്യ വനിത. ഉത്തർപ്രദേശ് ഗവർണർ ആയിരുന്നു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഗവർണറാണ്.
ഗോൾഡൻ ത്രഷോൾഡ് അവരുടെ വീട്ടുപേരാണ്, ജന്മഗൃഹമാണ്. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച അവർ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരിച്ചു നൽകി. 3 വട്ടമേശ സമ്മേളനങ്ങൾ ഉള്ളതില് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഭാരത സ്ത്രീകളുടെ പ്രതിനിധിയായി അവർ പങ്കെടുത്തു. പേർഷ്യൻ ഭാഷയിൽ മഹർ മുനീർ എന്ന് പറയുന്ന നാടകം എഴുതി. ഇംഗ്ലീഷ് ഭാഷയിൽ ദ ഗോൾഡൻ ത്രഷോൾഡ്, ദ ബേർഡ് ഓഫ് ടൈം, ദ ബ്രോക്കൺ വിങ്സ് എന്നീ കവിതകൾ രചിച്ചു. ദ ഫെദർ ഓഫ് ഡോൺ എന്ന് പറയുന്നതും അവരുടെ കൃതിയാണ്. പക്ഷെ അത് അവരുടെ മരണശേഷം അവരുടെ മകളായ പത്മജ നായിഡുവാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ആരെയെ പഠിച്ചേ നമ്മൾ? മാഡം ബിക്കാജി ഗാമ, സരോജിനി നായിഡു. ഈ 2 സ്വാതന്ത്ര്യ സമര സേനാനികളെയും ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കുക. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.